മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ CPIMന്റെ ഉപരോധ സമരം. കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ഉപരോധ സമരം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി ഇപ്പോൾ ജോഷില ചേരുന്നുണ്ട്. ജോഷില, നേരത്തെ തന്നെ രാജ്ഭവനിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു. ഇന്നെന്തായിരുന്നു സമരത്തിൻ്റെ രീതി? സമരത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തു? എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ശൈലജ ടീച്ചർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ? സിജു, കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് CPIM നേതൃത്വത്തിൽ കൽപ്പറ്റയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വൻ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഉപരോധ സമരം ആരംഭിച്ചത്. തന്നെ 7 മണിക്കാണ് ഉപരോധ സമരം ആരംഭിച്ചത്. പുതിയ സ്റ്റാൻഡിൽ നിന്നും ആളുകൾ പ്രകടനമായാണ് ഈ ഉപരോധ സമരത്തിലേക്ക് എത്തിച്ചേർന്നത്. തന്നെ ഏകദേശം 11 മണിയോടുകൂടി KK ശൈലജ ടീച്ചർ, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ടീച്ചർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഉപരോധ സമരത്തിൽ ടീച്ചർ സൂചിപ്പിച്ച ഒരു കാര്യം, കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന അത് രാഷ്ട്രീയപരമാണെന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. മുണ്ടക്കൈ ചൂരൽമല ജനങ്ങളോട് പോലും അവിടെ വന്ന് ഷോ വർക്ക് കാണിച്ച പ്രധാനമന്ത്രി ഒരു ചെറിയ പണം പോലും അവർക്ക് വേണ്ടി ചെലവാക്കാൻ തയ്യാറായില്ല, അവർക്ക് നൽകാൻ തയ്യാറായില്ല. കേന്ദ്രം ഒരു ദുരിതാശ്വാസ ഫണ്ട് പോലും നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. എന്നാൽ കേരളം അതിജീവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ശൈലജ ടീച്ചർ നമ്മളോട് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചത്. എന്തായാലും മറ്റൊരു കാര്യം കൂടി ശൈലജ ടീച്ചർ സൂചിപ്പിച്ചിരുന്നു. ആശാവർക്കർമാരുടെ സമരം നടക്കുകയാണ്. ആശാവർക്കർമാർ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. 500 രൂപയിൽ നിന്നുള്ള ഓണറേറിയം 13,000 രൂപയായി വർദ്ധിപ്പിച്ചത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ് എന്നുള്ള കാര്യവും, കേന്ദ്രം ഇതിനൊന്നും ഒരു നയാ പൈസ പോലും തന്നിട്ടില്ല എന്നുള്ളത് ഓർക്കണം. അതുപോലെ തന്നെ UDF സർക്കാർ ഭരിച്ച കാലത്ത് ആശാവർക്കർമാർക്ക് ഒന്നും നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും ആശാവർക്കർമാർ ഓർമ്മിക്കണം എന്നുള്ളതാണ് KK ശൈലജ ടീച്ചർ പറഞ്ഞത്. എന്നാൽ വയനാട്ടിൽ നിന്ന് ഉള്ള ഉപരോധ സമരത്തിന് വിവരങ്ങൾ നൽകിയത്.